അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഇവരുടെ നിർബന്ധപ്രകാരം വൈഫിന് തീരെ ഇഷ്ടമില്ല ഹോസ്പിറ്റലിൽ പോകാൻ, അവർക്ക് പേടിയാണ്. അതെ, ഈ ഒരു ഗർഭിണിയെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. കാരണം ഒരു പ്രസവം എന്നുള്ളൊരു ഘട്ടം പലപ്പോഴും സ്വസ്ഥമായി നടക്കാൻ മനസ്സിൻ്റെ സമാധാനമാണ് ആവശ്യം. താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കൊണ്ടുവരിക ഓരോ 2 മണിക്കൂർ. എത്ര ഭീകരമായിരിക്കും, എത്ര ഭയപ്പെട്ടു. റെസ്റ്റ് വേണ്ട ഒരു സമയമാണല്ലോ. തീർച്ചയായിട്ടും ആ ഒരു ഗർഭിണിയുടെ ഉറക്കവും പോയി, കൂട്ടിരിപ്പുകാരൻ്റെ ഉറക്കവും പോയി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരും പറയുന്നത് അവിടെ ചെന്നാൽ വേറെ ആരോ ഉത്തരവാദിത്തം ഏറ്റെടുക്കും എന്നൊക്കെയാണ്. നിങ്ങൾക്ക് ഇട്ട എസ്റ്റിമേറ്റ് മുതലാക്കണമെങ്കിൽ ഒന്ന് വെന്റിലേറ്ററിലൊക്കെ ഒന്ന് വെച്ചിറക്കിയാലേ പറ്റുള്ളൂ. ഇതുകൊണ്ടായിരിക്കണം എന്ന് ഒരു ദുരൂഹതയും ഇതിൽ മണക്കുന്നുണ്ട്. ഉറപ്പില്ല ആരും ഇതിൻ്റെ പേരിൽ, എൻ്റെ പേരിൽ ഉപദ്രവിക്കാൻ പാടില്ല എന്ന ഒരു രേഖ, ഒരു കത്ത് അയച്ചിടുക, മെയിൽ അയച്ചിടുക, വിത്ത് സിഗ്നേച്ചർ ആൻഡ് ഫിംഗർ പ്രിൻ്റ് ചെയ്യാം. സാധാരണ പ്രസവവുമായി ബന്ധപ്പെട്ട് വീടുകളിൽ സ്വസ്ഥമായി നടന്നുകൊണ്ടിരുന്ന ഒരു സംവിധാനത്തെ പലരും ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വീടുകളിൽ പ്രസവം നടക്കുമ്പോൾ അതെന്തോ വലിയ അപകടമാണ് എന്ന തരത്തിലേക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ട് ചൂഷണം ചെയ്യപ്പെടുന്ന വളരെ അപകടം പിടിച്ച മരുന്ന് പരീക്ഷണങ്ങൾ പലപ്പോഴും നടക്കാൻ സാധ്യതയുള്ള ആ കോട്ടയിലേക്ക് പോയാലാണ് സുരക്ഷിത പ്രസവം സാധിക്കുക എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പല ഇടപെടലുകളും പലപ്പോഴും നടക്കാറുണ്ട്. എന്ന് മാത്രമല്ല, വ്യാപകമായി അലോപ്പതി പ്രസവങ്ങളിൽ സ്ത്രീകൾ ധാരാളം മരണപ്പെടുന്നുണ്ട് എങ്കിലും വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് ഒന്ന് മരിച്ചാൽ അവരുടെ സമയമെത്തി അവർ സ്വന്തം ഹോസ്പിറ്റലിലൊക്കെ പ്രസവിച്ച് പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടാണ് പല സ്ത്രീകളും സഹോദരിമാരും വീടുകളിൽ പ്രസവിക്കുന്ന തീരുമാനം തന്നെ അവർ സ്വമേധയെ എടുക്കുന്നത്. അത്രയും അപകടപ്പെടുത്തി വെച്ചിരിക്കുകയായിരിക്കും അവരുടെ ശരീരത്തെ. വീട്ടിലെങ്ങാനും പ്രസവത്തിന് ശേഷം മരണപ്പെട്ടു എന്നതിൻ്റെ പേരിൽ പലപ്പോഴും ഭർത്താക്കന്മാരെ അറസ്റ്റ് ചെയ്ത് പേടിപ്പിക്കുന്ന കുറേ സാഹചര്യങ്ങൾ നിലവിലുണ്ട്. ഇതിനൊക്കെ കൃത്യമായ പരിഹാരമാണ് സമൂഹം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഒരു വ്യക്തിയാണ്. ആളാരാണ്, സ്വദേശം ഏതാണെന്നും തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രസവം വൈഫിൻ്റെത് വീട്ടിലായിരുന്നു. അതെ അതെ. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിൽ പ്രസവം അനുഭവിച്ച ഒരാളെ സംബന്ധിച്ച് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം എങ്ങനെയാണ് സംഭവിച്ചത്? സാഹചര്യം സംഭവിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രസവം അൽഹംദുലില്ലാ വീട്ടിലായിരുന്നു. വളരെയധികം റാഹത്തായിരുന്നു. ആദ്യ പ്രസവം ഹോസ്പിറ്റലിലായിരുന്നു. പക്ഷേ അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായ നിലയിൽ തന്നെ പെയിനില്ല, വളരെ റാഹത്ത്. പെയിനില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സുഖപ്രസവം എങ്ങനെയാണോ അത് അനുഭവിച്ച് തന്നെയാണ് ഭാര്യ പ്രസവിച്ചത്. അതായത് ഹോസ്പിറ്റൽ പ്രസവത്തിൽ സാധാരണ മുറിവുണ്ടാക്കും, ഉള്ളു പരിശോധന, കുറേ അഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീയും, അത് മതബോധമില്ലാത്ത സ്ത്രീകൾ പോലും പറയുന്ന കാര്യമാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതൊന്നും ഇല്ലാതെ വീട്ടിൽ സ്വസ്ഥമായി പ്രസവിച്ചു. ആ പ്രസവിച്ചതിൻ്റെ പേരിൽ എൻ്റെ വീട്ടുകാർ, ഉമ്മ, പ്രത്യേകിച്ച് ഉമ്മ, ഒരുപാട് മാനസിക പീഡനം അനുഭവിച്ചു. സമൂഹത്തിൽ നിന്ന് ആശാ വർക്കർ, നഴ്സന്മാർ, അങ്ങനെ വീടുകളിൽ ആളുകൾ കയറി ഇറങ്ങാൻ തുടങ്ങി. അവരുടെയൊക്കെ നിൽക്കുന്ന നിലകൊള്ളുന്ന ഒരു മേഖലയ്ക്ക് ബിസിനസ്സിന് നഷ്ടം സംഭവിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ലാഭത്തിനൊരു കുറവ് സംഭവിച്ചതിൻ്റെ ഒരു പ്രയാസമായിരിക്കാം. തീർച്ചയായിട്ടും. എന്നിട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത പ്രഗ്നൻ്റ് ആയി എന്ന് അറിഞ്ഞത് മുതൽ അവരിങ്ങനെ വീട് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതായത് അവർക്കെന്തോ സംഭവിക്കും എന്നുള്ള പേടിയിൽ ഭയങ്കര കെയറിങ് നമുക്ക് തരുന്നു. ഒരിക്കലും കെയറിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊരു ഭയപ്പെടുത്തലാണ്. കോവിഡ് സമയത്ത് പോലെ നിങ്ങൾ ഭയപ്പെടേണ്ട, ജാഗ്രത മതി. അതിനൊരു ഭയപ്പെടുത്തൽ എന്ന് പറഞ്ഞതുപോലെ ഇതൊരു വല്ലാത്തൊരു ഭയപ്പെടുത്തൽ തന്നെയാണ്. എന്നിട്ട് പിന്നെ അത് എന്തായി, പിന്നെ എന്ത് ചെയ്തു? അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഇവരുടെ നിർബന്ധപ്രകാരം വൈഫിന് തീരെ ഇഷ്ടമില്ല ഹോസ്പിറ്റലിൽ പോകാൻ, അവർക്ക് പേടിയാണ്. നല്ല പേടി തന്നെയാണ്. അപ്പോൾ അവർക്ക് തീരെ ഇഷ്ടമില്ല. പക്ഷെ ഇവരുടെ ആ ടോർച്ചറിങ് കാരണം നിർബന്ധിതമായിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചു. തിരുവനന്തപുരം സിറ്റിയിൽ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ കാണിച്ചു. അൽഹംദുലില്ലാ മറ്റ് മരുന്നുകളോ ഒന്നും നമ്മൾ കഴിച്ചിട്ടേ ഇല്ല. ഒരു മരുന്നും ഒരു മെഡിസിനും ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. അത് വൈഫിന് എന്തുകൊണ്ടാണ്, അത് വീട്ടിൽ പ്രസവിച്ചൊരു അനുഭവം ഉള്ളത് കൊണ്ട് ഈ വിഷമൊന്നും വേണ്ടെന്ന് അവർ തീരുമാനിച്ചു. തീർച്ചയായിട്ടും. യഥാർത്ഥത്തിൽ ഗർഭിണികളെ ഛർദ്ദിക്കുക എന്ന് പറയുന്നത് ഈ മരുന്ന് കഴിക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് അവൾ പറയുന്നത്. പലപ്പോഴും ഛർദ്ദിക്കുക. ഇതാണ് അവരുടെ അനുഭവം പറഞ്ഞത് ആദ്യ പ്രസവത്തിൽ നിന്ന്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ അവിടെ നിന്ന് കൊടുത്ത ഒരു
മരുന്നെന്ന് പറഞ്ഞൊരു സാധനം ഉപയോഗിച്ചില്ല? ഇല്ല, ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ടെസ്റ്റുകൾ എന്തെങ്കിലും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായോ? ടെസ്റ്റ് ഈ സ്കാൻ ചെയ്താൽ മാത്രമല്ലേ എന്ത് ചെയ്യുള്ളൂ, അവരവിടെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. എത്ര സ്കാൻ ചെയ്തു മൊത്തത്തില്? 2 സ്കാൻ, 7 മാസത്തതും 9 മാസത്തോ. 7 മാസം 9 മാസം സ്കാൻ ചെയ്തു. ശരി. അങ്ങനെ ആ സ്കാനൊക്കെ കഴിഞ്ഞു. പിന്നെ അവർ ആഗസ്റ്റ് 14-ാം തീയതി ആഗസ്റ്റ് 14-ാം തീയതി അവർ ഡേറ്റ് തന്നു. പക്ഷെ ഡേറ്റ് തന്നെങ്കിലും ആ ദിവസം വേദനയോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവരെ പേടിച്ചിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയെ കേസാക്കും എന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് പറഞ്ഞു, ഈ പ്രാവശ്യം നിങ്ങൾ വീട്ടിലാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കേസാക്കും, നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് തരത്തില്ല. ഇത് പരമ വിഡ്ഢിത്തരാണ് ഈ പറയുന്നത്. ഈ ആശാ വർക്കർക്കും ഈ അങ്ങനെയാണ് അവർ പറഞ്ഞതെങ്കിൽ അവർക്ക് വിവരമില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണ്. കാരണം ഒരു വ്യക്തിയുടെ മൗലികമായ അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എങ്ങനെ കടക്കൽ കത്തിവെക്കും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ശരിക്കും ഓരോ പൗരൻ്റെ അവകാശം എന്താണ് എന്ന് അറിഞ്ഞ് ഇത്തരം ബോധമില്ലാതെ ഈ ഒരു ഗർഭിണിയെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. കാരണം ഒരു പ്രസവം എന്നുള്ളൊരു ഘട്ടം പലപ്പോഴും സ്വസ്ഥമായി നടക്കാൻ മനസ്സിൻ്റെ സമാധാനമാണ് ആവശ്യം. നെതർലൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ അവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഇതാണ്, ഭർത്താവ് മാത്രം കൂടെ നിൽക്കാവൂ എന്നാണ്. വേറെ വൈറ്റാട്ടിയോ മിഡ് വൈഫോ അല്ലെങ്കിൽ അങ്ങനെ ആരും അല്ല. കാരണം എന്താ അറിയോ, കൂടെ നിൽക്കുന്ന ആൾ ഇവർക്ക് കംഫർട്ട് അല്ലാത്ത ആളാണെങ്കിൽ പോലും പ്രസവ സമയം കഞ്ചഷൻ കൂടാൻ സാധ്യതയുണ്ട്. ഇത് മുതിർന്ന ആളുകളൊക്കെ അധികം കാണാൻ സാധ്യതയുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ പച്ചയ്ക്ക് തുറന്നു പറയാണ്. ഏതുപോലെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു ബന്ധം ശരിയാകണമെങ്കിൽ, അത് എളുപ്പമാകണമെങ്കിൽ അവിടെ മാനസികമായി അവർ സ്വസ്ഥമാകുമ്പോഴാണ് ആ വഴി എളുപ്പമാകുക. തീർച്ചയായിട്ടും. എന്നതുപോലെ പ്രസവ സമയത്ത് മനസ്സിൻ്റെ സ്വസ്ഥത അനിവാര്യമാണ് എന്ന് നെതർലൻഡിലൊക്കെ ഇത്തരം വിഷയങ്ങൾ പഠനം നടക്കുകയും അവിടെ വീടുകളിൽ പ്രസവിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ ട്രെയിനിങ് ഭർത്താക്കന്മാർക്ക് കൊടുക്കുകയാണ്. വേറൊന്നുമല്ല, ഈ സമയം പേടിക്കേണ്ട, ടെൻഷൻ ആവാനൊന്നും ഇല്ല എന്ന തരത്തിലേക്ക് പല സ്ത്രീകളും വേറെ ആരും കൂടെ തന്നെ ഇല്ലാതെ പ്രസവിക്കുന്ന സാഹചര്യം പോലും ഉണ്ട്. അവിടെയാണ് ഇവർ നിങ്ങളെ ഭയപ്പെടുത്തിയത്, കേസെടുക്കും. എന്നിട്ട് അങ്ങനെ പോയി 2 സ്കാൻ ചെയ്തു. 2 സ്കാൻ ചെയ്ത് 14-ാം തീയതി അവിടെ എന്ത് ചെയ്തു, അഡ്മിറ്റായി. അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ ഉണ്ടാകും. അപ്പോഴും എൻ്റെ ഭാര്യ, ഇത്രയും നമ്മളെ വീട്ടിൽ നിന്നും ഒരു 30 കിലോമീറ്റർ എങ്കിലും ഗ്യാപ്പ് വരും ഈ ഹോസ്പിറ്റലിലേക്ക്. പക്ഷെ അത് തിരഞ്ഞെടുത്ത എന്താ, അവക്ക് ഹോസ്പിറ്റലിൽ പറ്റൂല, കാറിലെങ്കിലും പ്രസവിക്കട്ടെ എന്ന്. ഒരു പെണ്ണിന്റെ മാനസിക സ്ഥിതി ആലോചിച്ച് നോക്കിയാൽ കാറിലെങ്കിലും. പക്ഷെ അത് നടന്നില്ല. അത് ദൈവമല്ലേ ഓരോന്ന് തീരുമാനം. തീർച്ചയായിട്ടും. അങ്ങനെ എന്ത് ചെയ്തു, അവിടെ അഡ്മിറ്റായി. രാത്രി ചെറിയ പെയിൻ ഉണ്ടായി. അപ്പോൾ ഒരൊറ്റ മരുന്നോ ഒന്നും എന്ത് ചെയ്യരുത്, കൊടുക്കരുത്, ട്രിപ്പ് ഇടരുത് എല്ലാം പറഞ്ഞു. അതൊക്കെ അവർ സമ്മതിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, രാത്രിയായി, വേദന കൂടി, ചെറിയ വേദനയായി. സുബഹിയോടടുത്ത് ഏകദേശം ഒരു 6:30 ആയി. 6:30 ആയപ്പോൾ പെയിൻ വന്നു. അതുവരെ പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നേരെ എന്ത് ചെയ്തു, ലേബർ റൂമിലേക്ക് കയറ്റി. അതിന്നും രസകരമല്ല, വേദനിപ്പിക്കുന്ന ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, രാത്രി ഓരോ 2 മണിക്കൂർ ഇടപെട്ടും അനക്കമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ 2-ാം നിലയിലുള്ള ഈ ഗർഭിണിയായ പെണ്ണിനെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കൊണ്ടുവരിക. ഓരോ 2 മണിക്കൂർ. എത്ര ഭീകരമായിരിക്കും, എത്ര ഭയപ്പെട്ടു. റെസ്റ്റ് വേണ്ട ഒരു സമയമാണല്ലോ. തീർച്ചയായിട്ടും. ആ ഒരു ഗർഭിണിയുടെ ഉറക്കവും പോയി, കൂട്ടിരിപ്പുകാരൻ്റെ ഉറക്കവും പോയി. അപ്പം നല്ലൊരു സുഖമായി പ്രസവിക്കേണ്ട ഒരു മാനസിക സ്ഥിതി പോലും അവരെന്ത് ചെയ്യുന്നില്ല. ഭയങ്കര ഡേഞ്ചറാണ് ഉറപ്പായിട്ടും. അങ്ങനെ എന്ത് ചെയ്തു, ഈ ലേബർ റൂമിലേക്ക് കയറി. അൽഹംദുലില്ലാ 6:45 ആള് പ്രസവിച്ചു. പക്ഷേ സത്യം എൻ്റെ കൽബ് പിടഞ്ഞുപോയി. പറയാൻ കാരണം, വീട്ടില് പ്രസവം എൻ്റെ അടുത്തിരുന്ന് ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയൊരു ആ കുട്ടി ഇറങ്ങി വരുന്നതിൻ്റെ ആ ഒരു പുളച്ചിലല്ലാതെ ഒരു ആന്നുപോലും അവൾ വിളിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ വൈഫ്, ഞാൻ ഇപ്പോൾ സങ്കടപ്പെട്ടാണ് പറയുന്നത്, നിലവിളിച്ചാണ് അവൾ എന്ത് ചെയ്തിട്ടുള്ളത്. നല്ല അട്ടഹസിച്ച് പൊട്ടി നിലവിളിക്കുകയാണ്. അവളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല, അത്രത്തോളം നിലവിളിയാണ് അവൾ അവിടെ. സ്വാഭാവികമായിട്ടും പ്രസവവേദന എന്നുള്ളത് അങ്ങനെയാണ് എന്ന് ചിലർ പറയുമെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ മാനസികമായി അനിഷ്ടകരമായ ആളുകളാണ് അടുത്തുള്ളതെങ്കിൽ, കംഫർട്ടല്ലാത്ത അപരിചിതമായ സാഹചര്യമാണ് ഉള്ളതെങ്കിൽ സ്വാഭാവികമായും മനുഷ്യൻ്റെ ആ ഒരു മസിൽ, ആ ഒരു പെൽവിക് ബോണ് അകലുന്ന വിഷയത്തിലും പലപ്പോഴും പ്രയാസം ഉണ്ടായേക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പ്രയാസം സ്വാഭാവികമായി ഉണ്ടാകുന്നതിനേക്കാളും പ്രയാസകരമാകാനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാം. ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലെ പ്രസവവും ഹോസ്പിറ്റൽ പ്രസവവും രണ്ടും ഞാൻ കണ്ടതാണ്. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, മൈൻഡ് റിലേറ്റഡ് തന്നെയാണ് പ്രസവം എന്ന് പറയുന്നത്.
അതുകൊണ്ടല്ലേ അവൾ പേടിക്കുകയാണ്, ഇത് കട്ട് ചെയ്യുമോ, വജൈന എല്ലാം അവർ കട്ട് ചെയ്യുമോ, സ്റ്റിച്ച് വരുമോ. അവ ഡോക്ടറിൻ്റെ അടുത്ത് കരഞ്ഞാണ് പറയുന്നത്, എന്നെ കട്ട് ചെയ്യരുത്, എനിക്ക് സ്റ്റിച്ച് ഇടല്ലേ എന്ന് അവൾ കരഞ്ഞു റിക്വസ്റ്റ് ചെയ്ത്. അതുകൊണ്ട് അൽഹംദുലില്ലാ രക്ഷപ്പെട്ടു അതിൽ നിന്ന്. എന്നിട്ട് പ്രസവം കഴിഞ്ഞു. അപ്പോൾ പ്രസവവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കുറേ പ്രയാസങ്ങൾ അനുഭവിച്ചു. അവരുടെ ആ സ്വസ്ഥമായ പ്രസവവും അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, ഇവളെ കൂടെ പ്രസവിക്കാൻ വേറൊരു ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡിക്ക് ഈ മാസം 30-ാം തീയതിയാണ് ഒരു ഡേറ്റ് പറഞ്ഞത്. പക്ഷേ എന്തോ അല്പം വേദന വന്നപ്പോൾ ഇവരുടെ കൊണ്ട് അഡ്മിറ്റാക്കി. നമ്മൾ നിൽക്കുക തന്നെ ഇടവിട്ട് 4 ടാബ്ലറ്റ് വേദനയ്ക്കുള്ളതാണെന്നാണ് പറയുന്നത്. അങ്ങനെ 4 ടാബ്ലറ്റ് കൊടുത്തു. പക്ഷേ ആ കുട്ടി എന്ത് ചെയ്തില്ല, പ്രസവിച്ചില്ല. അവർ പറയുന്നത് കുട്ടിക്ക് ഷുഗർ കുറവാണ്, പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് കൂടുതലാണ്. ഞാൻ പറയുന്നത് അത് ഒരു അബദ്ധമാണെന്ന് ഞാൻ ഇപ്പം മനസ്സിലായി. കാരണം എന്താ പറയുക, അവർ അങ്ങനെ പ്രസവിക്കാതെ വയറ് കീറി സിസേറിയൻ ചെയ്താണ് എടുത്തിട്ടുള്ളത്. ആ കുട്ടിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 3.700 എന്നാൽ അൽഹംദുലില്ലാ എൻ്റെ വൈഫ് പ്രസവിച്ച കുട്ടി 3.800 3.8 പ്രസവിച്ചു. 7 അവർ പൊളിച്ചെടുത്തു. ഇതാണ് അത് അലോപ്പതിക്കാർ തന്നെ ഇത്തരം ആളുകളുണ്ട്. സിസേറിയൻ അല്ലേ? അല്ല, സിസേറിയൻ എന്നല്ല, പെയിൻ വരാൻ വേണ്ടിയിട്ടൊരു ഡ്രഗ് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണമെങ്കിൽ പോലും 42 ആഴ്ച കഴിയണം എന്നാണ്. പക്ഷേ ഇപ്പം ഈ കേസിൽ 30-ാം തീയതിയാണ് 9 മാസവും 10 ദിവസം പോലും ആകുക, അല്ലെങ്കിൽ 40-41 ആഴ്ച അപ്പോഴേ ആകുള്ളൂ. ഈ കുട്ടിയാണ് എത്രയോ ആഴ്ചകൾക്ക് മുമ്പ് ഈ ഡ്രഗ് കൊടുത്ത് ശരീരത്തെ ബുദ്ധിമുട്ടിച്ച് പ്രയാസപ്പെടുത്തി, എന്നിട്ട് പെയിൻ വന്നില്ല. ഗതികേട് കൊണ്ട് അവർ പറയും ഒന്ന് വയറ് കീറുമോ. ആ ശരീരം അത്രയും ഈ ഡ്രഗ് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ പ്രസവവേദന അല്ലല്ലോ വരുന്നത്, ശരീരത്തിന്റെ ഞരമ്പുകളൊക്കെ ആ വിഷം കൊണ്ട് പ്രയാസപ്പെട്ട് വേദനിക്കുകയാണല്ലോ. അതിൽ ചില സ്ത്രീകൾ പ്രസവിച്ചു പോലും പോയേക്കാം എന്നല്ലാതെ പ്രസവിക്കാനുള്ള വിഷമല്ല, അങ്ങനെ ആളുകൾ ധരിക്കുന്നത്. എന്നിട്ട് ഇത് സിസേറിയൻ ചെയ്ത് എടുത്തു. അപ്പൊ ഇങ്ങനെ ഒരു രംഗവും അവിടെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഞാൻ അവിടെ നിന്ന് ഒരു ഫോം ഫില്ല് ചെയ്യാൻ തോന്നും. ആ ഫോമിലുള്ളത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതായത് എല്ലാ കുറ്റവും നമ്മുടെ തലയിലേക്ക് ഇടുന്ന രീതി. ഇതാണ് ഇതൊരു വലിയ പോയിന്റ്. കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെ കുട്ടി ഇറങ്ങി വരാൻ പ്രയാസപ്പെട്ട വാക്കം കൊണ്ട് വലിച്ചെടുക്കുക. ചിലപ്പോൾ അതിന്റെ തല നീണ്ടുവരും. ആ നീണ്ടുവന്ന് 2 ആഴ്ചയോളം നീണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നമ്മൾ അംഗീകരിക്കണം. എന്ത് മെഡിസിനും കൊടുക്കാം. എന്നിട്ട് അവസാനം ഇതിൽ നിന്ന് എന്ത് സംഭവിച്ചാലും ഹോസ്പിറ്റലുകാരോ മറ്റുള്ളവരോ ഒരു ഉത്തരവാദിത്വം ഇല്ല. ഞാൻ ഒപ്പിട്ടില്ല. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരും പറയുന്നത് അവിടെ ചെന്നാൽ വേറെ ആരോ ഉത്തരവാദിത്തം ഏറ്റെടുക്കും എന്നൊക്കെയാണ്. ഉത്തരവാദിത്തമുള്ള സ്ഥലത്ത് സുരക്ഷിത കേന്ദ്രങ്ങളിൽ പോയി പ്രസവിക്കേണ്ടതെന്ന്. ഇതാണോ സുരക്ഷിത കേന്ദ്രം? ആത്മഹത്യക്കുറിപ്പ് പോലെ, അല്ലെങ്കിൽ ഒരാളെ കൊല്ലാൻ കൊടുക്കുമ്പോൾ എല്ലാ ഉത്തരവാദിത്വവും അങ്ങ് ഏറ്റോണം. കൊട്ടേഷൻ കൊടുക്കുന്നത് പോലെയാണ് പലപ്പോഴും ഈ ഒപ്പിട്ട് വാങ്ങുന്നത്. മരിച്ചാലും അവർക്ക് ഉത്തരവാദിത്തം ഇല്ല. അപ്പൊ ഇങ്ങനെ ആർക്കും ഉത്തരവാദിത്തം ഇല്ലാത്ത സ്ഥലത്തെയാണ് പലരും സുരക്ഷിത കേന്ദ്രം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് അത് ഒപ്പിട്ടോ? അത് പ്രസവം കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്തത്, ഒപ്പിട്ടത്. പിന്നെ ഒന്നും ഇല്ലല്ലോ എന്ന് കരുതി. അല്ല, നമ്മൾ അവിടേക്ക് അവര് ക്ഷണിച്ച് നിർബന്ധിച്ച് വിളിച്ചിട്ട് നമ്മളെന്തിനാ, നമ്മൾ റിസ്ക് എന്തിനാ എടുക്കുന്നത്? ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് ഇപ്പൊ കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ. എന്നാൽ പോലും അവിടെ ഒപ്പിടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത്. കാരണം അവർക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല, നിരുത്തരവാദിത്വപരമായി ഇടപെടും എന്നുള്ളതിന്റെ അവരുടെ ഉറപ്പാണല്ലോ ഈ ഒപ്പിട്ട് വാങ്ങുന്നത്. അങ്ങനെ ഞാൻ ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോൾ ഞാൻ നഴ്സിനോട് ചോദിച്ചിരുന്നു, ഇതാ ട്രിപ്പ് ഇട്ടിരുന്നു. ഏത് പ്രസവിക്കാൻ വേണ്ടി ട്രിപ്പ് ഇട്ടില്ല, പ്രസവം കഴിഞ്ഞിട്ട് ട്രിപ്പ് ഇട്ടു. എന്നോട് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഞാൻ നഴ്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ട്രിപ്പ് ഇട്ടതിന്റെ അപകടങ്ങൾ അവർക്ക് വരാതിരിക്കാനായിരിക്കണം അത് കഴിഞ്ഞിട്ടെങ്കിലും ഒപ്പിട്ടു. അതാണ് ഇപ്പൊ സംശയിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ ട്രിപ്പ് ഇട്ട് എന്തിനാണ് നഴ്സിനോട് ഞാൻ ചോദിച്ചു. അങ്ങനെ ഡോക്ടർ എന്നെ റൂമിലേക്ക് വിളിച്ചിട്ട് വളരെ രഹസ്യത്തോടു കൂടി പറയാണ്, അങ്ങനെ ട്രിപ്പ് ഇട്ടത് ഈ സർക്കാരിന്റെ റൂൾസ്, പ്രസവം കഴിഞ്ഞതിന് ശേഷം ട്രിപ്പ് ഇടാതിരിക്കാൻ പറ്റൂല. കാരണം പറഞ്ഞത് ഈ ഗർഭപാത്രം ചുരുങ്ങാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. നമ്മൾ ആദ്യത്തെ പ്രസവം 2ാമത്തെ ദിവസം വീട്ടിലായിരുന്നു, ഒരു ട്രിപ്പ് ഇട്ടില്ല. ഗർഭപാത്രം അത് ട്രിപ്പ് ഇട്ട് ചുരുക്കുന്ന ഒരു ഗർഭപാത്രം ശരീരത്തിലുണ്ട് എന്ന് പറയുന്നത് തന്നെ എത്ര വിഡ്ഢിത്തരാണ്. അത് സർക്കാരിൻ്റെ റൂളാന്ന് പറഞ്ഞ് സർക്കാരിനെയും കൂടെ പ്രതിസ്ഥാനത്ത് ചേർക്കുന്ന ഒരു ഡോക്ടറാണ് അപ്പോൾ ആ ഹോസ്പിറ്റലിലുള്ളത്, ഈ തിരുവനന്തപുരം സിറ്റിയിലുള്ള. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു മരുന്നോ ഒന്നും കൊടുക്കുക, ഇഞ്ചക്ഷനോ ഒന്നും നിങ്ങൾ ചെയ്യരുത് എന്നെല്ലാം പറഞ്ഞ് അവർ ഓക്കെ അക്സെപ്റ്റ് ചെയ്തു. അതായത് കൊടുക്കാൻ പോകുന്ന മരുന്നിൻ്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒക്കെ ബോധ്യപ്പെടുത്തി അവർക്ക് നിങ്ങളുടെ വൈഫിന് താല്പര്യമാകാതെ ഒരു സാധനവും അവരുടെ ശരീരത്തിൽ കയറ്റാൻ നിങ്ങൾ അനുവദിക്കൂല, ഭർത്താവ് അനുവദിക്കൂല. അതെ, ഭാര്യയുടെ കൂടെ ഓവർ അവളാണ്. അതെ, കാരണം ആ വിഷയത്തിനൊക്കെ പലപ്പോഴും സമൂഹത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത് അവതരിപ്പിക്കും.
എങ്ങനെയാന്ന് വെച്ചാൽ ഭർത്താവ് നിർബന്ധിച്ചു. അതെ അതെ അതെ, ഭർത്താവ് അങ്ങനെ ചെയ്തു. ഭർത്താവിൻ്റെ അല്ല, ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം എന്താ? ഒരു ഭാര്യയുടെ സുരക്ഷിതത്വമാണ്. അതിനെതിരെന്ന് കണ്ടാൽ ഏത് ഭർത്താവും ഭാര്യയുടെ സുരക്ഷിതത്വത്തിന് ഏതറ്റം വരെ പോണ്ടി വന്നാലും ഒരുപക്ഷെ പോയേക്കും. അപ്പോൾ അതിനെ മാനിപ്പുലേറ്റ് ചെയ്തൊന്നും ഈ വിഷയത്തെ മറിച്ചിടാമെന്നൊന്നും ആരും വിചാരിക്കരുത്. എന്നിട്ട് പ്രശ്നം ഞാൻ എല്ലാം ഏൽപ്പിച്ചു. അതായത് 2 മണിക്കൂർ കൂടുമ്പോൾ കുട്ടിക്ക് ഷുഗർ ചെക്ക് ചെയ്യും. അങ്ങനെ പരിപാടിയുണ്ട്. അതുപോലെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ശബ്ദം കേൾവിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റിങ് ഒന്നും നിങ്ങൾ ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ, ആ കുഞ്ഞിനെ പ്രകൃതിപരമായി പ്രസവിച്ച് പടച്ചോൻ അനുഗ്രഹം കൊണ്ട് കിട്ടിയ കുഞ്ഞിനെനിക്ക് തന്നാ മതി, അത് നിങ്ങൾ കൊല്ലാക്കൊല ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടെ ഒരു കുട്ടിയെ കിട്ടിയാണല്ലോ, സന്തോഷത്തോടെ ഞാൻ ജോലി സ്ഥലത്തേക്ക് വന്നു. നല്ല തലവേനോ, യാത്രാക്ഷീണോ, ഉറക്കക്ഷീണം ഞാൻ പറഞ്ഞില്ല, തലേ ദിവസം ഉറക്കാൻ അനുവദിച്ചില്ല. അതിൻ്റെ ക്ഷീണം ഉണ്ട്, തലവേനായിട്ട് ഒന്ന് കിടക്കാൻ. അപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് കോള് വരുന്നത്. എന്താണ് കോളിലുള്ളത്? നിങ്ങളുടെ കുട്ടിക്ക് നെഞ്ചിൽ പാല് കുടുങ്ങി. അതെങ്ങനെ ഛർദ്ദിച്ചു, ഉള്ളിൽ ഛർദ്ദിൽ നടന്നു. അതെങ്ങനെയെന്ന് എനിക്കറിയില്ല. ഉള്ളിൽ ഛർദ്ദിൽ നടന്നു. അങ്ങനെ കുട്ടിക്ക് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയാണ്. അല്ല, ഈ ഉമ്മ പാല് കൊടുത്തോണ്ടിരുന്ന ഉമ്മയ്ക്ക് ഇത് മനസ്സിലായോ? ഇല്ല, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ കുട്ടിക്ക് ഓക്സിജൻ കിട്ടുന്നില്ല. കുട്ടി ഇപ്പോൾ ഓക്സിജനിലാണുള്ളത്, കൃത്രിമ ഓക്സിജനിലാണുള്ളത്. അല്പം കഴിയുമ്പോൾ ഇനി വെന്റിലേറ്ററിലേക്ക് കുട്ടിയെ മാറ്റണം. ഇന്ന് പ്രസവിച്ച ദൈവം നമുക്ക് സമ്മാനമായി തന്ന ഒരു നിധിയാണ്. അത് ഇനി വെന്റിലേറ്ററിലേക്ക് പോകാൻ പോകുന്നു. ഏത് പിതാവ് സഹിക്കും? എന്നിട്ട് എന്തായി? ഞാനിവിടെ അപ്പം തന്നെ വൈഫിനെ വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ അവർ പറയുന്ന രംഗം എന്ന് പറഞ്ഞാൽ, കുട്ടി പാല് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നേഴ്സ് വന്നു. കുട്ടിക്ക് എന്തോ ഒരു കഥകഥപ്പ്, ശ്വാസം വലിക്കുന്ന എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് ഇങ്ങോട്ട് വന്ന ഇത്രയും സ്വപ്നം കണ്ടതുപോലെ ആ റൂമിൽ വന്നിട്ട് പാല് കുടിച്ച കുട്ടിക്ക് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയി നഴ്സിംഗ് റൂമിലേക്ക് വെച്ചു. എന്നിട്ട് മൂക്കിൽ എന്തോ ഒരു ഓസ് ഇട്ടു, നീളമുണ്ട്, അത് ഇട്ടിട്ട് സിറിഞ്ച് വലിച്ചെടുക്കുകയാണ്. അഴുക്കാണ്. കുട്ടി അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ എന്തൊക്കെ കുടിച്ചു എന്ന് പറഞ്ഞ് അത് വലിച്ചെടുക്കുകയാണ്. അത് എൻ്റെ കൂടെ എന്ന സെർവൻറ്റ് അവർ കാണുകയാണ്. മൂക്കിലൂടെ ഇട്ടത്. അങ്ങനെ എന്ത് ചെയ്തു? പിന്നെ തിരിച്ചുകൊണ്ട് കൊടുത്തു. എന്നിട്ട് കുട്ടി ഉറങ്ങിയാണ്. വീണ്ടും ഒരു 10 മിനിറ്റ് സ്വപ്നം കാണുന്നത് പോലെ 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഉള്ളിൽ കുടുങ്ങി എന്ന് പറഞ്ഞ് കുട്ടിയെ അല്ല, വീണ്ടും ഒന്ന് ചെക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് നമ്മൾ ആരും അഭിപ്രായപ്പെട്ടിട്ടില്ല. എടുത്തുകൊണ്ട് പോവേൻ കുട്ടിയെ. അപ്പോൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ എൻ്റെ സെർവൻറ്റ് ചോദിക്കുന്നുണ്ട്, ഞാനും വരണമെന്ന് അവർ ചോദിക്കുന്നുണ്ട് ആൻറ്റി. അപ്പോൾ പറയുന്നത് വേണ്ട, നമ്മൾ കൊണ്ടുപോകും. എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? നമ്മൾ 2ാം നിലയിലാണുള്ളത്. കുട്ടിയെ കൊണ്ടുപോകുന്ന ലേബർ റൂമിൽ, താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയിട്ട് ഈ നഴ്സ് തിരിച്ച് കുട്ടിയില്ലാതെ വരികയാണ്. വന്നിട്ട് പറയുന്നു, ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് ഓക്സിജൻ കിട്ടുന്നില്ല, അതുകൊണ്ട് ഓക്സിജൻ കൊടുത്തിരിക്കുകയാണ്. എത്ര അപകടകരമായ സിറ്റുവേഷനാണ്. സ്വസ്ഥമായി പാല് കുടിച്ചിരുന്ന കുട്ടിയെ ഒരു അതിക്രമമല്ലേ ചെയ്തത്? ആ കുട്ടിയെ റൂമിലേക്ക് വന്നിട്ട് എന്തോ ഒരു സ്വപ്നം കണ്ടതുപോലെ ആ കുഞ്ഞിനെ എടുത്ത്, അതിൻ്റെ അസുഖം അവരിങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അവർ നിഗമനം അവർ നടത്തി. എന്നിട്ട് കുഞ്ഞിനെ കൊണ്ടുപോവാണ്. എന്നിട്ട് വെന്റിലേറ്ററിൽ വെക്കണം എന്ന്. 2 ഓപ്ഷനാണ് പറഞ്ഞത്. ഒന്ന്, ഇവിടെ ചികിത്സിക്കാൻ നിങ്ങൾ അനുമതി നൽകണം. 2, തിരുവനന്തപുരം സിറ്റി തന്നെ അറിയപ്പെട്ട ഒരു ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ മാറ്റണം. ഈ 2 ചികിത്സ ഉള്ളൂ. എന്താണ് ഞാൻ മനസ്സിലാക്കിയത്? അതായത് ഇവിടെ നിന്ന് കുട്ടിയെ കൊണ്ടുപോയാൽ കുട്ടിയെ മാത്രമേ കൊണ്ടുപോകൂ. ഉമ്മ ഇവിടെ കിടത്തും, കുട്ടി പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ നമ്മൾ അനുമതി കൊടുക്കും. അതെ, മനസ്സിലായില്ലേ? ട്രാപ്പ് ഒരുക്കാണ്. ഉറപ്പായിട്ടും ട്രാപ്പ് തന്നെയായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു കുഞ്ഞ് പ്രസവിച്ച് വന്നാൽ മാതാവിൻ്റെ പാലാണ് അത് കുടിക്കേണ്ടത്. വെന്റിലേറ്ററിൽ വെക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടൊരു പേടി തോന്നൂലേ അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ല, പള്ളിയിലായിരുന്നു. 40 കിലോമീറ്റർ അപ്പുറമാണ്. എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയെന്ന് എനിക്കറിയാൻ കഴിയില്ല. അല്ല, ബാഹ്യമായിട്ട് കാണുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസം, അസ്വസ്ഥത ഉള്ളതുപോലെ ഉണ്ടായിരുന്നോ? ഒരു പ്രയാസമില്ല, ഒന്നുമില്ല. എൻ്റെ കൂടെ ഞാൻ അവിടെ എത്തിയപ്പോൾ ഡോക്ടറിനെ കണ്ടു. അപ്പോൾ എന്താ ഡോക്ടർ എന്ന് ചോദിച്ചപ്പോൾ അവർ കാര്യം പറയണം, ഇങ്ങനെ ഉള്ളിൽ ഛർദ്ദിച്ചു എന്ന് പറയാം. അപ്പം ഞാൻ എല്ലാം കേട്ടോണ്ടെന്ന് ഞാൻ ചോദിച്ചു, മാഡം എൻ്റെ കുട്ടിക്ക് ഒന്നും ചെയ്യില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്, പിന്നെ എന്തിനാണ് ഓസ് മൂക്കിലൂടെ ഇട്ടത്? അത് ചോദിച്ചതും ഞാൻ എന്തോ തെറ്റി നിനക്ക് ക്രോഷിച്ചുകൊണ്ട് അവരുടെ ചൂടാവേണം. വളരെ രീതിയിൽ ഞാൻ പറഞ്ഞു, മാഡം വയലൻ്റ് ആവല്ലേ, ഞാൻ വളരെ മാന്യമായിട്ടല്ലേ മാഡം സംസാരിക്കുന്നത്, ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. അതെ, നമ്മുടെ കുട്ടിയുടെ വിഷയമാണല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അവരിങ്ങനെ ചാടി നിൽക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നു, ഇത് വായിലൂടെയാണ് എടുക്കുന്നത്, മൂക്കിലൂടെ അല്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ കൂടെ നിന്ന ആ മാമി അവർ കണ്ടിരുന്നു മൂക്കിലൂടെയാണ് എടുക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട് മൂക്കിലൂടെയാണ്. അപ്പോൾ ഇവരാണ്, അല്ല വായിലൂടെയാണ്. എന്നിട്ട് ഇവർ രക്ഷപ്പെടാൻ പറയുന്നു, ഞാനല്ല ചെയ്തത്, സിസ്റ്ററാണ് ചെയ്തത്. അത് ഇതിലൊരു ശ്രദ്ധേയമായൊരു സംഭവം അതാണ് കേട്ടോ. അതായത് ഡോക്ടർ വായിലൂടെയാണെന്ന് ഇവരോട് സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ല മൂക്കിലൂടെയാണെന്ന് ഇവരുടെ ബന്ധു കണ്ടു.
അത് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ പറയണത്രേ, ഞാനല്ല സിസ്റ്ററാ ചെയ്തതെന്ന്. അതായത് അവിടെ ഒരു സുരക്ഷിതത്വവും ഇല്ല എന്നല്ലേ ഇത് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്നിട്ട് എന്ത് ചെയ്തു, നിങ്ങൾ എന്ത് ചെയ്തു, കുട്ടി എന്ത് ചെയ്തു? എന്നിട്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ഖേദകരവും ഒരു സംശയവും തോന്നി. ഖേദകരമുണ്ട്, അതിനുപരി സംശയമുണ്ട്. അതായത് അപ്പോൾ സമയം 6 PM ആണ്. ഈ സമയത്ത് ഡോക്ടറിനെ എവിടെ പോകണം? വീട്ടിൽ പോകണം. അപ്പം ഞാൻ വരുന്നത് ഈ മാമിയോട്, എൻ്റെ കൂടെ നിൽക്കുന്ന ആ മാമിയോട് അവർ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഹസ്ബൻഡ് എവിടെ എത്തി. അപ്പോൾ വിളിച്ചു ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു 20 മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ച ചോദ്യം, 20 മിനിറ്റിനുള്ളിൽ എത്തുമോ, അത് ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ച് മടങ്ങി വരേണ്ടി വരുമോ? അപ്പോൾ വെന്റിലേറ്ററിലേക്ക് കയറ്റേണ്ട ഒരു കുട്ടി, ഇത്രയും സീരിയസ്, അവരുടെ ഭാഷയിൽ പറഞ്ഞ ഇത്രയും സീരിയസ് ആയ ഒരു കുട്ടിയെ ഇങ്ങനെ കിടക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുന്ന ഡോക്ടർ, ഒന്ന് ഖേദകരവും ഒന്ന് എന്നെ സംശയത്തിലേക്ക് എത്തിച്ചാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ അങ്ങനെ ഒരു സീരിയസ് കണ്ടീഷൻ ഇല്ലാന്ന്. ഞാൻ വീട്ടിൽ പോയിട്ട് പിന്നെ വരേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ അത്രയും ക്രിട്ടിക്കലായിട്ട് ഉള്ള ഒരാളെ, അങ്ങനെ ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞ കണ്ടീഷൻ അത് പിന്നെ വേറെ ചർച്ചയാണ്. പലപ്പോഴും ക്രിട്ടിക്കൽ എന്ന് പറയുന്നതൊക്കെയും പലപ്പോഴും ക്രിട്ടിക്കൽ അല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെങ്കിലും ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു സംശയം പിന്നെ അപ്പോൾ തോന്നിയിരുന്നു. പിന്നെ അതുപോലെ എൻ്റെ വൈഫ് രണ്ടാമത് കുട്ടി എടുത്തുകൊണ്ട് പോയല്ലോ. അപ്പോൾ കുട്ടിയെ കാണണമെന്ന് പറഞ്ഞ് വൈഫ് താഴോട്ട് ഇറങ്ങി വന്നു. പ്രസവിച്ച രണ്ടാം നിലയിൽ കിടക്കുന്ന മാതാവ് കുട്ടിയെ കാണാൻ വേണ്ടി ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വരികയാണ്. വന്നിട്ട് കുട്ടിയെ കാണുമ്പോൾ ഇപ്പോഴല്ലേ കുട്ടിയെ കണ്ട, ഇനി എന്തിനു കാണുന്നതെന്ന്. അപ്പോൾ സ്വന്തം മാതാവിന് കുട്ടിയെ കാണാൻ പറ്റാത്ത അവകാശ ലംഘനം ഇവിടെ നടക്കുകയാണ്. അത് വളരെ ഒരു ക്രൂരതയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഉമ്മ ഇത്രയും കഷ്ടപ്പെട്ട് പ്രസവിച്ച ആ ഉമ്മ താഴേക്ക് ഇറങ്ങി വന്നിട്ട് സ്വന്തം കുഞ്ഞിനെ കാണാൻ അവർ അനുവദിച്ചില്ല. എന്നിട്ട് കണ്ടോ കുട്ടിയെ? ഇപ്പോഴല്ലേ കണ്ടതെന്ന്. ഇല്ല, കാണിച്ചില്ല, കുട്ടിയെ കാണിച്ചില്ല. ഇത്തരം ദുരൂഹമായ ഇടപെടലുകൾ നടക്കുന്ന ഈ കൊള്ള സങ്കേതത്തിലേക്ക് എങ്ങനെ ഒരു സ്ത്രീ പ്രസവിക്കാൻ പോകണം എന്നാണ് ഈ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളൊക്കെ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ എന്ത് തീരുമാനം എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൂടെ ഒരു മാമി ഒരു ആൻറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അവർ 15 വർഷം കൊണ്ട് ഈ കുട്ടികളെ പരിചരിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവർ നോക്കി, അവർ എത്രയും പ്രാക്ടീസ് ഉണ്ടല്ലോ. എനിക്ക് ഇവരെക്കാട്ടിയും കുട്ടികളെ, ഈ ഡോക്ടേഴ്സിനെയും കാട്ടിയും കുട്ടികളെ പരിചരിച്ച് പ്രാക്ടീസ് ഇവർക്കുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അവർ നോക്കിയപ്പോൾ അവർ പറഞ്ഞു നോർമലാണ് കുട്ടി, ഇവരെടുത്തുകൊണ്ട് പോകുമ്പോഴും നോർമലാണ്, ഇപ്പോഴും കുട്ടി നോർമലാണ്. അപ്പോൾ അതിനു മുമ്പ് ആദ്യം ഒരു വട്ടം വൈഫിനെ കാണിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ കാണിക്കുന്ന രംഗം എന്തോ മുഖത്തേക്ക്, കുട്ടിയുടെ മുഖത്ത് മൂടിയിട്ട് ഓക്സിജൻ കൊടുക്കുകയാണല്ലോ. എന്നിട്ട് മാതാവിനോട്, വൈഫിനോട് ചോദിക്കുകയാണ്, ഈ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഈ അവസ്ഥ കണ്ടിട്ട് ഇമോഷണലി ടോർച്ചറിങ്. അതെ, ടോർച്ചറിങ്. അപ്പോൾ ഏതൊരു മാതാവായാലും ഒരു പിതാവായാലും അതിലേക്ക് വീണുപോകും. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ അതിൽ വീണില്ല, അൽഹംദുലില്ലാ. എന്നിട്ട് കുഞ്ഞിനെ ഇത്രയും നുണകളും ഇത്രയും അബദ്ധങ്ങളും അപകടങ്ങളും പരസ്പര വൈരുദ്ധ്യങ്ങളും ഉണ്ടായിരുന്ന ആ ഒരു സങ്കേതത്തിൽ നിന്നും നിങ്ങൾ കുട്ടിയും ഉമ്മയും അവിടെ നിന്ന് ഇറക്കി റെഫർ ചെയ്ത്. ഞാൻ പറഞ്ഞു വേറെ എൻ്റെ നാട്ടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ തന്നെ ആംബുലൻസിൽ ഓക്സിജൻ കൊടുത്ത് മാത്രമേ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ആംബുലൻസ് ഉണ്ട്, ഞാൻ എൻ്റെ കാറിൽ കൊണ്ടുപോയിക്കോളാം, നിങ്ങൾ കുട്ടിയുടെ ജീവനിൽ കളിക്കരുത്, അതൊരു ജീവനിൽ കളിക്കരുത്. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിയെ തരാൻ പറഞ്ഞു. കുട്ടിയെ തരാൻ പറ്റൂല. ഈ ഡോക്ടർ പറയുന്നത് എൻ്റെ കുട്ടിയെ എനിക്ക് തരാൻ പറ്റൂല എന്നാണ് ഈ ഡോക്ടർ എന്നോട് പറയുന്നത്. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, എൻ്റെ കുട്ടിയെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പറയാൻ നിങ്ങൾ ബില്ലെല്ലാം പേ ചെയ്ത് നിങ്ങളെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വാ, അത്രയും നേരം കുട്ടി ഓക്സിജനിൽ ഇരിക്കട്ടെ, കുട്ടിയെ തരാൻ കഴിയില്ല. ഞാൻ ഷാട്ടിയും പിടിച്ചു, കുട്ടിയെ മേടിച്ചു. അൽഹംദുലില്ലാ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇന്നിപ്പോൾ 2 ദിവസമായല്ലോ. അൽഹംദുലില്ലാ സുഖകരമായി ഇരിക്കുന്നു. ഇനി അങ്ങനെ ഇരിക്കട്ടെ. അതായത് ഇനിയിപ്പോൾ ഒരു ഈ വെന്റിലേറ്ററിൽ കയറ്റുന്ന സമയത്തും ഏതുപോലെ പ്രസവത്തിന് നിങ്ങളുടെ കയ്യിൽ നിന്നും എന്ത് അപകടം സംഭവിച്ചാലും അവർക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നു. ഇതുപോലെ പല ഉത്തരവാദിത്തമില്ലായ്മയുടെ പേപ്പറുകളും ഒപ്പിട്ടതിന് ശേഷം ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ തന്നെ ആയിരിക്കുമല്ലോ ഇത്തരം പ്രോസസ്സുകളിൽ കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും. പിന്നെ മൊത്തത്തിൽ അസുഖങ്ങളെയൊക്കെ വെച്ചിട്ടായാലും പ്രസവം വെച്ചിട്ടായാലും ഭയപ്പെടുത്തുന്നത് ഒരു മരണമാണ്. സ്വാഭാവികമായിട്ടും മരണം തടുക്കാൻ ലോകത്ത് ഏതെങ്കിലും ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലല്ലോ. ഒന്നുമില്ല. ഇപ്പോൾ വീട്ടിലായാലും ഹോസ്പിറ്റലായാലും മരണങ്ങൾ നടക്കും. ഞാൻ പൊതുവേ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗർഭിണിക്ക് പ്രത്യേകിച്ചൊരു മരണസാധ്യത ഇല്ല. ഇപ്പം ഞാനും നമ്മളും തമ്മിൽ ഈ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ മരിക്കാൻ സാധ്യതയുണ്ടോയെന്ന് ചോദിച്ചാൽ സാധ്യതയുണ്ട്. അതായത് മനുഷ്യൻ്റെ ഒരു പ്രവൃത്തിയും മരണത്തിൽ നിന്ന് സേഫ് അല്ലാത്തതുപോലെ മാത്രം ഒരു ഗർഭിണിക്കും ഗർഭിണി അല്ലാത്ത സ്ത്രീക്കും മരിക്കാൻ സാധ്യതയുണ്ട്. ഏത് ആക്ടിവിറ്റിയിലാണ് മനുഷ്യൻ ലോകത്ത് മരിക്കാത്തത്?
അല്ലേ? ഞാൻ ആലോചിക്കും, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ആഴത്തിലേക്ക് പോകുന്ന ആളുകൾ, അവർ പോകുന്നത് അവരാ പ്രകൃതിയുമായി ഇണങ്ങിയ ഒരു ബന്ധം കൊണ്ട് അവർ യാത്ര ചെയ്യാണ്. പോയാൽ തിരിച്ചു വരും എന്തുറപ്പാണ് ഓരോ മനുഷ്യർക്കും ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ കാറ് റോഡിലൂടെ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്തും എല്ലാം റിസ്ക് ആണല്ലോ. അങ്ങനെ പറഞ്ഞാൽ എല്ലാം റിസ്ക്കാണ്. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ മരണം എന്നുള്ളതൊരു റിസ്ക് അല്ല. മരണത്തെ ഭയപ്പെടാതെ സ്വസ്ഥമായി ഇന്ന് ഈ ദിവസം ആനന്ദത്തോടെ സൃഷ്ടാവിന് വേണ്ടി അവൻ്റെ തൃപ്തിക്ക് വേണ്ടി മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതിനുപരി ഭാവി എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഈ ഒരു ജീവിതത്തെ ദുസ്സഹമാക്കുന്നൊരു രീതിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ വളരെ സേഫായിട്ട് കുഞ്ഞിൻ്റെ ഇന്നിനെ മാത്രം പരിഗണിച്ചുകൊണ്ട് അവർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അപകടത്തിലേക്ക് കൊണ്ടുപോകാതെ അതിനെ നിങ്ങൾ പിൻവലിച്ചു സ്വസ്ഥമായി വീട്ടിലേക്ക്. അൽഹംദുലില്ലാ പാല് കുടിക്കുന്നുണ്ട് കുട്ടി. അല്ല, എന്നെ കൂടുതലും ഒന്നും കൂടെ ആശ്ചര്യപ്പെടുത്തുക, സംശയം തോന്നിയത് എന്തെന്നറിയോ? എന്നോട് പ്രസവത്തിന് മുമ്പ് 30,000 to 35,000 രൂപ ആവും എസ്റ്റിമേറ്റ് ഇട്ടു അവർ. സംഗതി ബില്ലടിച്ച് വന്നപ്പോൾ വെറും 20,000 രൂപയായി. കാരണം നിങ്ങളുടെ ഭാര്യയ്ക്ക് ഡ്രഗോ കാര്യങ്ങളോ വിഷമോ കയറ്റാൻ പാടില്ല എന്ന് നേരത്തെ അവരെ അറിയിച്ചത് കൊണ്ട് അതിൻ്റെ ഒന്നും ബില്ല് ചെയ്യാൻ പറ്റിയില്ല. ഒരു ടെസ്റ്റോ ഒന്നും നടന്നിട്ടില്ല. അതെ. അപ്പോൾ എങ്ങനെയെങ്കിലും പൈസ ഈടാക്കണ്ടേ? ഒരു ദിവസം റൂമിന് 1,500 രൂപ റൂമിന് തന്നെ അങ്ങനെ കിട്ടും. അങ്ങനെ ഓരോ മരുന്നുകൾക്കും ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഇട്ട എസ്റ്റിമേറ്റ് മുതലാക്കണമെങ്കിൽ ഒന്ന് വെന്റിലേറ്ററിലൊക്കെ ഒന്ന് വെച്ചിറക്കിയാലേ പറ്റുള്ളൂ. ഇതുകൊണ്ടായിരിക്കണം എന്ന് ഒരു ദുരൂഹതയും ഇതിൽ മണക്കുന്നുണ്ട്. ഉറപ്പില്ല. തീർച്ചയായിട്ടും ഇത്തരം അനുഭവങ്ങൾ ജനങ്ങൾ അറിയണം, വീക്ഷിക്കണം. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി വീഡിയോയിൽ പറയാം. എവിടെ പ്രസവിച്ചാലും, ഇപ്പോൾ ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ ആളുകൾക്ക് ധൈര്യം എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലുകാർക്ക് ഉത്തരവാദിത്തമില്ല എന്നൊരു കൺസെൻറ്റ് എഴുതി ഒപ്പിട്ട് വാങ്ങും. ഈ കൺസെൻ്റാണ് അവിടെ തെളിവ്. ഹോസ്പിറ്റലിൽ വ്യാപകമായി നടക്കുന്ന മരണങ്ങൾക്കെതിരെ ആർക്കും പരാതി കൊടുക്കാൻ ഒരു വകുപ്പുമില്ല. കാരണം ഈ കൺസെൻറ്റോട് കൂടിയാണ് അവിടെ പോയി ആളുകൾ കൊല്ലപ്പെട്ടാലും മരണപ്പെട്ടാലും ഒക്കെ ഉള്ളത്. ഇതുപോലെ ഒരു രേഖ വീടുകളിൽ സ്വസ്ഥമായി ജീവിക്കാനും പ്രസവിക്കാനും ആഗ്രഹിക്കുന്ന തീരുമാനമെടുത്ത ആളുകൾ ചെയ്യണം. എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ പേരിൽ ഈ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ കുടുംബക്കാരെ ക്രൂശിക്കുമോ എന്നാണ് പല സ്ത്രീകൾക്കും ഭയം. ആ ഭയത്തിൽ നിന്ന് ആ സ്ത്രീകൾ ഒഴിവാകാൻ ചെയ്യേണ്ടത് അധികാരപ്പെട്ട ആളുകൾക്ക്, ഇന്ത്യൻ പ്രസിഡൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹെൽത്ത് മിനിസ്ട്രിക്ക് ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരു ഇമെയിൽ അയച്ചിടുക, അല്ലെങ്കിൽ ഒരു കത്ത്, ഒരു സ്പീഡ് പോസ്റ്റ് അയച്ചിടുക. അതായത് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്, എൻ്റെ ശരീരത്തിലൊരു വിഷവും കയറ്റാൻ ഞാൻ തയ്യാറല്ല എന്ന ഒരു തെളിവ് നേരത്തെ എടുത്ത് വെക്കുന്നതോടുകൂടി എൻ്റെ ഭർത്താവിനോ എൻ്റെ കുടുംബക്കാരെയോ വേറെ ഏതെങ്കിലും ഒരു ചികിത്സാ സംവിധാനത്തെയോ ആരും ഇതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ ഉപദ്രവിക്കാൻ പാടില്ല എന്ന ഒരു രേഖ, ഒരു കത്ത് അയച്ചിടുക, മെയിൽ അയച്ചിടുക വിത്ത് സിഗ്നേച്ചർ ആൻഡ് ഫിംഗർ പ്രിൻ്റ് ചെയ്യണം. എന്തിനാന്ന് വെച്ചാൽ അതൊരു രേഖയും തെളിവുമായി. ഈ തെളിവില്ലാത്തതിൻ്റെ പേരിൽ ഭർത്താവ് നിർബന്ധിച്ചു എന്ന നുണ പറഞ്ഞിട്ടാണല്ലോ പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ദ്രോഹിക്കാൻ നോക്കുന്നത്. പല സ്ത്രീകളും പ്രസവിക്കണ്ട എന്നുള്ള തീരുമാനം പോലും പലപ്പോഴും എടുക്കുന്ന ഭർത്താവിനെ ഓർത്തിട്ടാണ്. കാരണം ഈ പീഡന കേന്ദ്രത്തിൽ പോയി പ്രസവിക്കാൻ എന്തായാലും തയ്യാറല്ല, കുട്ടികളിനി വേണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആ പ്രസവത്തിൻ്റെ ഇടയിലെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ഭർത്താവിന് ഈ ചൂഷകരെന്ത് ചെയ്യും? ഭയപ്പെടുത്തുമോ വരട്ടുമോ എന്നൊക്കെ പേടിച്ചിട്ടാണ്. ഓരോ സ്ത്രീക്കും അവരുടേതായ അവകാശമുണ്ട്. ഞാൻ സാധാരണ പറയുന്നത്, ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയെയും ഒരു ഭർത്താവും എന്ത് ചെയ്യാൻ പാടില്ല, വീട്ടിൽ പ്രസവിക്കാൻ എന്ന കാര്യം സംസാരിക്കുക വേണ്ട. വീട്ടിൽ പ്രസവിക്കണം എന്നൊരു സ്ത്രീ തീരുമാനമെടുത്താൽ അവരെ ഹോസ്പിറ്റലിലേക്ക് നിർബന്ധിക്കാനും ഒരു പുരുഷനും അവകാശമില്ല. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും റിസ്ക് ആരും ഏറ്റെടുക്കില്ല. മൈൻഡ് റിലേറ്റഡ് തന്നെയാണല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ ഒരു അനുഭവം പങ്കുവച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇത് ഒന്നിലേക്കുമുള്ള ഒരു നിരുത്സാഹപ്പെടുത്തലായിട്ടോ പ്രോത്സാഹനമായിട്ടോ ഒന്നും കാണണ്ട. സ്വമേധയാ തീരുമാനം എടുക്കുക. സ്വസ്ഥമായി തീരുമാനം എടുക്കുന്നതിൽ ആശങ്കപ്പെടാതിരിക്കുക, ധൈര്യമായിട്ടിരിക്കുക, സ്വന്തം അവകാശം തിരിച്ചറിയുക. വേറെ ഒരു ചികിത്സാ ചൂഷണത്തിലും പോകൽ നിങ്ങളുടെ മേലൊരു ബാധ്യതയോ കടമയോ അല്ല. അതിലേക്ക് ആരും നിർബന്ധിക്കാനോ നിങ്ങളെ കേസെന്നൊന്നും പറഞ്ഞ് വരട്ടിയാൽ ആ വരട്ടൽ അങ്ങ് അവരുടെ കയ്യിൽ വെച്ചേക്കാൻ പറയണം. ഇവിടെ ഓരോ പൗലി വന്ന ഹെൽത്തുകാരനും ആശാ വർക്കറും ഒക്കെ ആരാണ്? നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സ്വസ്ഥതയ്ക്കും വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ ശമ്പളം കൊടുത്തിരുത്തിയിരിക്കുന്ന നമ്മുടെ ആളുകളാണ്. പക്ഷെ അവർ പലപ്പോഴും ഏതോ ചൂഷകർ അവരെ ഭയപ്പെടുത്തുന്നത് കൊണ്ട് അവരറിയാതെ വന്ന് പറഞ്ഞു പോകുന്നതാണ്.
അതുകൊണ്ട് അവരോട് നമുക്ക് മനസ്സിലൊന്നും തോന്നണ്ട, പക്ഷെ അവരെ തിരുത്തി കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. പൊതുസമൂഹം മനസ്സിലാക്കാത്തൊരു കണക്കുണ്ട്, ഒരു ബോധവൽക്കരണം. എന്ത് പണ്ട് കാലങ്ങളെ പോലെ ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല, ഹോസ്പിറ്റലില് പ്രസവ മരണം ഇല്ലല്ലോ. പണ്ട് കാലത്ത് പ്രസവത്തിൽ ധാരാളം ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിലാണ് പ്രസവ മരണം നടക്കുന്നത്. കാരണം എന്തേ, അബോർഷൻ ചെയ്യുന്നു. എത്ര പിഞ്ചു മക്കളെ വയറ്റിനുള്ളിലിട്ട് 30,000-ഓളം പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് വയറ്റിനുള്ളിലിട്ട് അബോർഷൻ എന്ന പേരിൽ തട്ടിക്കളഞ്ഞതായിട്ട് കണക്കുകൾ പറയുന്നത്. ഒരു 3 വർഷത്തെ കണക്കാട്ടോ. ഈ 30,000 കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ ഇവിടെ ആർക്കും വിഷമമില്ല. വീട്ടിലെങ്ങാനും സ്വസ്ഥമായി പ്രസവിച്ചിട്ട് അതിൻ്റെ സമയമെത്തി, കുഞ്ഞ് പ്രസവവുമായി ബന്ധപ്പെട്ട് മരിക്കണമെന്നില്ല, ജീവിത കാലയളവിൽ ഏതെങ്കിലും പ്രായത്തിൽ മരിച്ചാലും പറയുന്നത് അത് വീട്ടിൽ പ്രസവിച്ച കുട്ടിയാണ്. അങ്ങനെ നോക്കിയാൽ ഇവിടെ ആകെ 2 തലമുറ മാത്രമാണ് കുറഞ്ഞ ആളുകളെങ്കിലും ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചത്. ബാക്കി ഇവിടെ ജീവിച്ചിരിക്കുന്ന ഭൂരിപക്ഷ ആളുകളും വീട്ടിൽ പ്രസവിക്കപ്പെട്ട ആളുകളാണ്. ഒരുപക്ഷെ 90 വയസ്സിൽ മരിച്ചാലും ചിലപ്പോൾ ഇവർ പറയും ആ 90 വയസ്സിൽ മരിച്ച ആൾ അന്ന് വീട്ടിൽ പ്രസവിച്ചതുകൊണ്ടാണെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കുകളോ കാര്യങ്ങളോ ഒന്നും ഭയപ്പെടുത്താൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുക. കൂടുതൽ ഈ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് ചർച്ച ആവശ്യമുണ്ട്. അടിയന്തരമായതുകൊണ്ട് നമ്മൾ ഈ വിഷയം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.